അങ്ങനെ നമ്മുടെ പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. തായ്ലൻഡിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ഡേ. എയർപോർട്ടിലെത്തി നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുക്കറ്റ് ലാൻഡ് ചെയ്യാണ് കേട്ടോ. ഫുക്കറ്റ് എയർപോർട്ടിലെ ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി ലാൻഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ കടലിനോട് ചേർന്ന് തന്നെയാണ് എയർപോർട്ട്. ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ കടലിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. ആ ഒരു ബ്യൂട്ടിയുടെ 10-1 പോലും നമുക്കിതാ ഈ ക്യാമറയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തെത്തി കേട്ടോ. തായ്ലൻഡ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇതുപോലുള്ള ചെറിയ ഗിഫ്റ്റ് ബാഗ് തന്നിട്ടാണ് കേട്ടോ. ഇതെല്ലാവർക്കും കിട്ടുന്നതല്ല, ചെന്ന് ചോദിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏതാണ്ട് 1 മാസത്തോളം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഒരു ഫോറിൻ പാസ്പോർട്ടിന് ഒരു അമേസിങ് ബാഗ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഒരു ചെറിയ സോഫ്റ്റ് ടോയ് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ കൂടെ പിന്നെ ഉള്ളത് അവിടുത്തെ ചില ഹോട്ടൽസിലും അതുപോലെ മെയിൻ അട്രാക്ഷൻസിലൊക്കെയുള്ള ടിക്കറ്റ് ഡിസ്കൗണ്ട്സ് ആണ് കേട്ടോ. 20-25% വരെ ഡിസ്കൗണ്ട്സ് ഉണ്ട്. തായ്ലൻഡ് പോകാനുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ ഗിഫ്റ്റ് വൗച്ചർ കളക്ട് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ ഫുക്കറ്റിൽ ചെന്ന് ലാൻഡ് ചെയ്ത് ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് ഒരു മഴയൊക്കെ പെയ്തങ്ങ് തോർന്ന് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. അവിടുത്തെ സീനറിയും അതുപോലെ ആ കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പോകുന്ന വഴി നമ്മുടെ നാട്ടിലെ പോലെ റബ്ബർ തോട്ടവും അതുപോലെ തെങ്ങും തോപ്പും വാഴക്കൃഷിയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ റൂമിലെത്തി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാനായിട്ടോ. ഫുഡ്, ഷോപ്പിംഗ്, ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. പല തായ് ഫുഡിൻ്റെയും പേരൊക്കെ പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല ലോക്കൽ കടകൾ കണ്ടുപിടിക്കുക, അവിടെ പോവുക, കഴിക്കുക. ഒരു അരമണിക്കൂർ നേരത്തോളം അവിടെയുള്ളതെല്ലാം ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ നടന്ന് കഴിക്കാൻ നല്ലൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചേ. ഏറ്റവും ആദ്യം ഓർഡർ ചെയ്തത് അവരുടെ പോപ്പുലർ ഡിഷായിട്ടുള്ള പാഡ് തായ് ആയിരുന്നേ, കൂടെ ചിക്കൻ നൂഡിൽസും. ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ചിക്കൻ സാറ്റെ. നമുക്ക് ഇവിടെ ചിക്കൻ സാറ്റെ ഉണ്ടെങ്കിലും അവിടുത്തെ ആ ഒരു പീനട്ട് സോസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ കരിക്ക് കണ്ടു. അപ്പോൾ പല വീഡിയോസിലും കണ്ടിരുന്നു അവിടുത്തെ കരിക്ക് ഒരു മസ്റ്റ് ട്രൈ ആണ്, ഒന്ന് കുടിച്ചു നോക്കണമെന്ന്. എന്നാൽ പിന്നെ എന്താ വ്യത്യാസം എന്ന് അറിയാമെന്ന് ഓർത്ത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചേ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു ബെൻസ് ആൻഡ് ഫ്രഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. എല്ലായിടത്തേക്കും നടന്നു പോകാവുന്ന ദൂരമുള്ളൂ കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ ഐറ്റംസാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ലാത്ത പോലെ ഒരുപാട് വെറൈറ്റീസ്. ഇത് കണ്ടോ, അവിടെ കണ്ട ഒരു കളർഫുൾ മുട്ടയാണ് കേട്ടോ. ഇത് എന്തിൻ്റെ മുട്ടയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ചിക്കൻ എഗ്ഗെന്ന് തന്നെയാണ് പറയുന്നത്. കളർ കൊടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്നും പറയുന്നുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു കളർഫുൾ മുട്ടേനെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കിട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. കുട്ടി പൈനാപ്പിളാണേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ലോഗൻ, നമ്മുടെ ആത്തച്ചക്ക, ഇത് നമ്മുടെ ആപ്പിൾ ജാമ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. അതുപോലെ പാഷൻ ഫ്രൂട്ട്, മുന്തിരി തന്നെ ഒരു 3-4 വെറൈറ്റി മുന്തിരി ഉണ്ടായിരുന്നേ. ഇതാ നമ്മുടെ ബബ്ലൂസ് നാരങ്ങ പോലൊരു നാരങ്ങ. ഇത് കണ്ടോ, ഇത് സോപ്പാണ് കേട്ടോ. ഇതിപ്പോൾ മാംഗോയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പല ഷേപ്പിലുണ്ട് കേട്ടോ. അത് ആ മുകളിൽ തണ്ണിമത്തയുടെ ഷേപ്പിൽ, തേങ്ങയുടെ ഷേപ്പിൽ, മുന്തിരി, ഇത് ഓരോന്നിനും അതിൻ്റേതായ മണമാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങയുടെ ആണെങ്കിൽ നല്ല തേങ്ങയുടെ മണമാണ്. അതുപോലെ മുന്തിരിയുടെ എടുത്ത് അതിന് മുന്തിരിയുടെ മണമാണ്. സ്ട്രോബെറിയുടെ എടുത്ത് ആ സോപ്പിന് സ്ട്രോബെറിയുടെ മണമാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടായിരുന്നേ. ഇതതുപോലെ തന്നെ മീൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ചിലത് നമുക്ക് അതുപോലെ തന്നെ കഴിക്കാൻ പാകത്തിന് ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതുണ്ട്. അതുപോലെ ഉണക്കി വെച്ചിരിക്കുന്നത് ഉപ്പില്ലാത്ത മോഡലാണെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഉണക്കമീൻ ഉപ്പുള്ളതല്ലേ. അവിടെ നിന്ന് നേരെ നമ്മൾ കയറുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ജംഗ്സിലോൺ മാളാണേ. അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ ഷോപ്സും അതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു കടയിൽ ഒരു വലിയ മാമ്പഴം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അത് പ്ലാസ്റ്റിക്കാണ്. അവരുടെ കയ്യിലിരുന്ന മാമ്പഴം ഇത്രയും വലിപ്പം ഇല്ലെങ്കിലും നല്ല പഴുത്ത മാമ്പഴമായിരുന്നു. അപ്പോൾ ഒരു മാമ്പഴവും വാങ്ങിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. അവർ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെത്തിത്തരുമോ ഇതുപോലെ. തായ്ലൻഡിൽ ചെന്നാൽ അതുപോലെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ തായ് മിൽക്ക് ടീ. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുടിച്ച് പകുതിയായി കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർക്കുന്നത് കേട്ടോ. അതുപോലെ അവരുടെ മസ്റ്റ് ട്രൈ ഐറ്റങ്ങളിലൊന്നാണ് തായ് പാൻ കേക്ക്. നമ്മൾ പൊറോട്ടയ്ക്ക് പരത്തുന്ന പോലെ ഇതുപോലെ പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഫില്ലിംഗ് ആണോ പറയുന്നത് ആ ഫില്ലിങ് വെച്ച് നന്നായിട്ട് മുരിച്ചെടുത്ത് തരും. നമ്മൾ ബനാന ചോക്ലേറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ അവർ ചെയ്തു തരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. നല്ല വുഡിൻ്റെ 2 സ്പൂൺ കണ്ടപ്പോൾ അതും എടുത്തു കേട്ടോ അവിടെ നിന്ന്. ഇനിതാ അവിടെ നിന്ന് നേരെ പോകുന്നത് 7-Elevenലേക്കാണേ. തായ്ലൻഡ് വന്നാൽ 7-Eleven കയറാതെ എങ്ങനെയാണല്ലേ. അവിടുത്തെ പുഡിംഗ് കൗണ്ടറായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം.
ഓൾമോസ്റ്റ് എല്ലാം ഒരു 20-50 ബാത്ത് റേറ്റിലായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നേ. 7-Eleven നിന്ന് നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്ന് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം.